ബഹുമാനപ്പെട്ട ശ്രീ മോൻസ് ജോസഫ്, അങ്ങേക്ക് 5 മിനിറ്റ് സംസാരിക്കും. സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. സാർ, ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ആ സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാര്യക്ഷമമായ പരിശ്രമം സംസ്ഥാന ഗവൺമെൻറ്റിന് നടത്താൻ കഴിയുന്നില്ല എന്ന പ്രധാനപ്പെട്ട കുറ്റപ്പെടുത്തലാണ് പ്രതിപക്ഷം നടത്തിയിട്ടുള്ളത്. സാർ, അതിനൊരു തൃപ്തികരമായൊരു പരിഹാരം തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഇതുവരെ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ്. സാർ, ഇങ്ങനൊരു ഗുരുതരമായ സ്ഥിതിവിശേഷം നിൽക്കുമ്പോൾ വികസന രംഗത്ത് വലിയൊരു സ്തംഭനാവസ്ഥ നമ്മൾ കാണുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ച ഈ 300 സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചു ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ആശ്വാസം ഉണ്ടാകും, കുറേ കാര്യങ്ങൾ കൊടുക്കും. ഗവൺമെൻറ് പ്രഖ്യാപിച്ച കാര്യങ്ങൾ ചെയ്യുകയാണ്, നല്ലതാണ്. പ്രതിപക്ഷ ഉപനേതാവ് ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നമുണ്ട്, ഇതെങ്ങനെ ചെയ്യും, എങ്ങനെ നടപ്പാക്കും. സാർ, ഇവിടെ തൊട്ടു മുമ്പ് സംസാരിച്ച സെബാസ്റ്റ്യൻ കുളത്തങ്ങൾ പറഞ്ഞു പ്രതിപക്ഷത്തിൻ്റെ വികസന വിരോധം മുൻവിധിയോടെ എതിർക്കുന്നു. അങ്ങനെയല്ല, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത്. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ 13ാമത്തെ ഐറ്റമായി പറയുന്നു വയനാട്, ഇടുക്കി, കാസർഗോഡ്, കുട്ടനാട് പാക്കേജുകൾ നടപ്പാക്കും. സാർ, ഇത് 2017-18 കാലഘട്ടം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ പൈസ ഇതുവരെ ഈ പാക്കേജിൻ്റെ പേരിൽ കേരളത്തിൽ ചിലവഴിച്ചിട്ടില്ല. സാർ, ഇവിടെ ഉണ്ടോ? വയനാട് പാക്കേജിൽ ചെലവഴിച്ചിട്ടുണ്ടോ? ഇടുക്കി പാക്കേജ് ഉണ്ടോ? കാസർഗോഡ് പാക്കേജ് ഉണ്ടോ? കുട്ടനാട് പാക്കേജ് ഉണ്ടോ? 1ാം പാക്കേജ് വേറെ. ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് ഇരിക്കുന്ന കാലഘട്ടത്തിൽ 1ാം പാക്കേജിനെ കുറിച്ച് പറയുന്നില്ല. എന്താ അർത്ഥിരിക്കുന്നത്? ഇപ്പോൾ ഇരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുവരെ ഈ പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ട് എത്രയോ എല്ലാ ബഡ്ജറ്റുകളും ഇത് ആവർത്തിച്ച് പറയുകയാണ്. സത്യത്തിൽ ഈ മേഖലയിലുള്ള ജനങ്ങളെ ഗവൺമെന്റ് കബളിപ്പിക്കുകയാണ്, അതിലുപരിയായി അപമാനിക്കുകയാണ്. ഇങ്ങനെ ഇനി ചെയ്യുന്നതിൽ എന്തർത്ഥമാണ് എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനൊരു വിശ്വാസ്യത വേണം. സാർ, ആ വിശ്വാസ്യതയ്ക്കാണ് പറഞ്ഞത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇതോടൊപ്പം വെച്ചിരുന്നെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ധനകാര്യമന്ത്രി അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ അത് ചൂണ്ടിക്കാണിച്ചേക്കാം. അത് ചൂണ്ടിക്കാണിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതെങ്ങനെ നടക്കും എന്നുകൂടി വിശദമാക്കേണ്ടതായിട്ടുണ്ട്. സാർ, ഇവിടെ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലെ കർഷകരെ മറന്നുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. കർഷകർക്ക് വേണ്ടി എന്തുണ്ട്? ഇവിടെ റബ്ബറിന്റെ കാര്യത്തിൽ ഇപ്പോൾ സെബാസ്റ്റ്യൻ കേന്ദ്രത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. കേന്ദ്രത്തിൽ വടക്കേ ഇന്ത്യയിലേക്ക് റബ്ബർ കൊണ്ടുപോകുന്നു, വിവിധ കാര്യങ്ങൾ പറഞ്ഞു. സാർ, റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി LDF ഗവൺമെന്റ് പ്രഖ്യാപിച്ച 280 രൂപയുടെ വിലസ്ഥിരത ഫണ്ടുണ്ട്. UDF ഗവൺമെന്റിന്റെ സമയത്ത് 180 രൂപ പ്രഖ്യാപിച്ചുകൊണ്ട് റബ്ബറിന് 60 രൂപ 70 രൂപയുള്ള സമയത്ത് 150 രൂപ പ്രഖ്യാപിച്ചപ്പോൾ വലിയ ആശ്വാസമായി. ഏതാണ്ട് 80 രൂപയോളം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുകയാണ്. സാർ, ഇപ്പോൾ ഇന്ന് റബ്ബറിന് മാർക്കറ്റിലുള്ള വില 206 രൂപയാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ വിലസ്ഥിരത ഫണ്ട് 160 രൂപ അല്ലെങ്കിൽ 170 രൂപ. 170 പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ, കൊടുത്തിട്ടില്ല. അപ്പം 170 ആയിക്കോട്ടെ, അത് നിൽക്കുക. പക്ഷെ 280 രൂപ പ്രഖ്യാപിച്ചു. കൃഷിക്കാരൻ്റെ സർക്കാരിൻ്റെ സഹായം ഇതിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. കാരണം 206 രൂപ മാർക്കറ്റിൽ റബ്ബർ കൊടുത്താൽ കിട്ടും. സാർ, ഇത് 280 രൂപയാക്കി അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം നിരന്തരമായി ഞങ്ങൾ ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ അടിയന്തര പ്രമേയം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ബഹുമാന്യനായ ശ്രീ കുർക്കുളി മൊയ്തീൻ ഇന്നലെ കൊണ്ടുവന്നതിൽ കാർഷിക മേഖലയുടെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഞങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിച്ച വിഷയം കാർഷിക മേഖലയുടെ തകർച്ച കണക്കിലെടുത്ത് ഒരു കാർഷിക പാക്കേജ് ഗവൺമെന്റ് പ്രഖ്യാപിക്കണം. സാർ, ഈ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായോ? എൻ്റെ ബഹുമാനപ്പെട്ട കേരള കോൺഗ്രസ് അംഗങ്ങൾ, നിങ്ങളെങ്കിലും ഈ വിഷയത്തിലൊന്ന് ഇടപെടണ്ടേ? ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഇല്ല, നിങ്ങളിനി ഇടപെട്ടിട്ട് കാര്യമില്ല. നിങ്ങളിനി ഇടപെട്ടിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് പാലായിൽ വെച്ച് മുഖ്യമന്ത്രി തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യവും ഇല്ലെന്നുള്ളത് ജനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അത് പോട്ടെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റബ്ബറിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടും സർക്കാരിന്റെ നയവും എല്ലാം ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് കാര്യങ്ങൾ നിൽക്കട്ടെ. പക്ഷേ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു, ഇനിയെങ്കിലും ഗവൺമെന്റ് 280 രൂപ. സുഭാഷ്, എനിക്ക് ആകെ 2 മിനിറ്റേ ഉള്ളൂ. ഇല്ല, ഒരു കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ 170 വർദ്ധിപ്പിച്ചിട്ട് എന്ത് വിശേഷം? 160 ഉണ്ടായിരുന്നു, 150 UDF ഉണ്ടെന്ന 160 ഉണ്ടായിരുന്നു, 170 കൂട്ടിയെന്ന് പറഞ്ഞു. എപ്പോഴാ കൂട്ടിയേ? സെബാസ്റ്റ്യൻ, ഇന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റിൽ നമ്മളെല്ലാം ഉണ്ട്. അത് നിങ്ങളില്ല, ഞങ്ങളെല്ലാം ഉണ്ട്. പോട്ടെ, 250 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ LDFന്റെ വാഗ്ദാനം നിറവേറ്റണം, എങ്കിലേ ആളുകൾക്ക് പ്രയോജനമുള്ളൂ. സാർ, ഇവിടെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഈ പാക്കേജിന്റെ ഭാഗം ഒരു കാർഷിക പാക്കേജ് കൊണ്ടുവരിക എന്ന ആവശ്യം ഗവൺമെന്റിന്റെ മുമ്പിൽ വീണ്ടും ഞങ്ങൾ വെക്കുകയാണ്. അക്കാര്യത്തിൽ സർക്കാർ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാർ, ഇന്ന് ബഹുമാനപ്പെട്ട കടകംപള്ളി പ്രസംഗിച്ചപ്പോൾ വീണ്ടും കേരളിനെ കുറിച്ച് പറയുകയാണ്. സാർ, ഈ കേരളയിലുമായിട്ട് ഇനി കേരളത്തിൽ ഇറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? സാർ, നമ്മൾ MLA-മാർ ഭൂരിപക്ഷം ഇപ്പോൾ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വന്ദേ ഭാരത് ട്രെയിൻ യഥാർത്ഥത്തിൽ എത്ര സൗകര്യം? ഞാൻ കോട്ടയത്ത് നിന്ന് 8:10 കയറുന്നു, 10:30 ട്രിവാൻഡ്രത്ത് വന്നിറങ്ങുന്നു. മലബാർ കാസർഗോഡ് മുതലുള്ള MLA-മാർ പോരുകയാണ്. സാർ, നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പൈസ മുടക്കില്ലാതെ
2 മണിക്കൂർ 2.5 മണിക്കൂർ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തിരുവനന്തപുരത്ത് എത്താവുന്ന ഇപ്പോഴുള്ള നമ്മുടെ റെയിൽപാളത്തിലൂടെ ഈ ട്രെയിൻ ഓടിയിട്ട് ഇതുപോലെ സൗകര്യപ്രദമായി ലാഭകരമായി ഒരു സാധ്യതയുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ കേരളയിലെ പുറകെ പോവുകയാണോ? സാർ, കേരളത്തിൽ ഈ വന്ദേ ഭാരത് ട്രെയിൻ കൂടുതലായി ഓടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. നിലവിലുള്ള ട്രെയിനുകൾ കൃത്യമായി ഓടിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ സിഗ്നൽ സിസ്റ്റവും നമ്മുടെ റെയിൽവേ പാളങ്ങളും എല്ലാം മെച്ചപ്പെട്ടതാക്കി മാറ്റണം. അതിനുവേണ്ടി ഒരു ഇടപെടലല്ലേ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് നടത്തേണ്ടത്? അതിന് പകരം 2 ലക്ഷം കോടി രൂപ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് കേരയിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും നിർത്താനുള്ള ഒരു ജനാധിപത്യ മര്യാദ LDF ഗവൺമെന്റ് കാണിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ പാവപ്പെട്ട ഭാഗങ്ങൾ ഉറക്കയില്ലാതെ ഈ ഭൂമി പോകുന്നവരെല്ലാം ഇപ്പോഴും സങ്കടപ്പെട്ട് കിടക്കുകയാണ്. വല്ല കാര്യമുണ്ടോ? അവരെ മുൻമുനയിൽ നിർത്തി അവരെ കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവർക്കൊരു ശാപമോക്ഷം കൊടുക്കണം. ഈ കേരയിൽ പദ്ധതി ഉപേക്ഷിക്കുന്നതായി സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കണം. വന്ദേ ഭാരത് പോലെയുള്ള സാധ്യതകൾ കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്ന് നിന്നുകൊണ്ട് പരമാവധി കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വരണം. പ്രായോഗികമായി കേരളത്തിന് ഗുണകരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു പോകുമ്പോൾ നമ്മുടെ ഇവിടെ കുടിശ്ശിക പിരിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ പെട്ടെന്ന് നിർത്താം. കുടിശ്ശിക പിരിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഗവൺമെന്റിനൊരു കാഴ്ചപ്പാട്, സമീപനങ്ങൾ ഇവിടെ രാവിലെ പറഞ്ഞ പോലെ നിലപാട് എന്ന് പറഞ്ഞ പോലെ സമീപനം ഉണ്ടല്ലോ. ആ സമീപനത്തിൽ 2016-17 മുതൽ സാർ കുടിശ്ശിക ഇനത്തിൽ നോക്കുമ്പോൾ എത്ര 11,866.96 കോടി രൂപയുടെ കുടിശ്ശിക നിൽക്കുന്നിടത്ത് ഇപ്പൊ 20,000 കോടി കഴിഞ്ഞിരിക്കുകയാണ്. കുടിശ്ശിക പിരിക്കാൻ കഴിയുന്നില്ല. അപ്പം നമ്മുടെ ധനകാര്യ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ വരുന്ന പാളിച്ചകളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ സ്തംഭനത്തിലാവുന്നു. ജലജീവൻ മിഷനിൽ കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത, പൊതുമരാമത്ത് വകുപ്പിൽ റോഡ് നന്നാക്കാൻ കരാറുകാർ ഇട്ടിട്ട് പോകുന്നു, കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക. സാർ, ആദ്യം പരിഹരിക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കാൻ വേണ്ടി മുൻഗണന കൊടുക്കാൻ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി അതാണ്. ഞങ്ങൾ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ അടിസ്ഥാന വികസന കാര്യങ്ങളിൽ മുടങ്ങിക്കിടക്കുന്ന പ്രതിസന്ധിയുള്ള കാര്യങ്ങൾ പരിഹരിക്കുവാൻ ഗവൺമെന്റ് മുൻഗണന കൊടുക്കാൻ തയ്യാറാകണം. ആ നിലയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തയ്യാറാകാത്ത നിലപാട് സ്വീകരിക്കുന്നു. അതിനുള്ള ആ ധനാഭ്യർത്ഥനയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെ ശക്തമായി എതിർക്കും.